ഒരു 5000 വർഷം പഴക്കമുള്ളൊരു ഫോർമുലേഷൻ ആയാലും ചരകസംഹിതയിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു ഫോർമുലേഷനാണ്. സ്കിന്നിൻ്റെ 7 ലെയറിലേക്കും ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കും എന്നാണ് പറയുന്നത്. അതാണ് ശതധൗതഘൃതം. അപ്പോൾ ശതധൗതഘൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശതം എന്ന് പറഞ്ഞാൽ 100, ധൗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് അല്ലെങ്കിൽ കഴുകുക എന്നുള്ളൊരു മീനിങ് ആണ്. ഘൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ്. അപ്പോൾ ഈ ഒരു നെയ്യ് നമ്മളൊരു 100 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ഫോർമുലേഷൻ. പൊള്ളലിനൊക്കെ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇതാണ്, മെഡിസിനാണ് ശതധൗതഘൃതം. ഇത് ഓൾറെഡി ഓയിൻമെൻറ്റ് ഫോമിലൊക്കെ അവൈലബിൾ ആണ് ആയുർവേദിക് ഷോപ്സിലൊക്കെ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ സൺ ബേൺ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇത് നമ്മളൊരു ബോഡി ലോഷൻ കൺസിസ്റ്റൻസിയിൽ ചെയ്യാൻ പോവാണ്. കുറച്ച് എൻ്റേതായ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഷ് ചെയ്തിട്ട് ആ വെള്ളം നമ്മൾ കഴുകി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കോപ്പറിൻ്റെ ഇതിൽ തന്നെ ചെയ്യണമെന്നുണ്ട്. കോപ്പറിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് 100 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ മിക്സ് ആകുമ്പോഴത്തേക്കും ഈ കൊളാജൻ പ്രൊഡക്ഷനും ഒരു സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഓരോ റിസർച്ചുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസേഷൻ, അതേപോലെ തന്നെ ഡാർക്ക് സർക്കിൾസിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വീട്ടിൽ കുറച്ച് സമയം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. 25ാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും ദേയിൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായി. ഇവിടെ ശാസ്ത്രീയമായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറും ഗീയും കൂടെ ഉണ്ടാകുന്ന ഒരു എമൽഷനാണ് ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും. ഞാൻ അത് ക്ലാസിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ കോപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ് നമ്മളുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു 85 പ്രാവശ്യം കഴിഞ്ഞു. ഇത് 90ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. ആക്ച്വലി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ലിക്വിഡി കൺസിസ്റ്റൻസിയിൽ വേണമായിരുന്നു. പിന്നെ 100 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിക്കായിട്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ പോലെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ലോഷൻ്റെ ബോട്ടിൽ ഉണ്ടായതില്ല, ഞാൻ ബോഡി ഇത് സാധാരണ ഒരു ഇതിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ എൻ്റേതായ കുറച്ച് ട്വിസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. അപ്പോൾ ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് സ്മെല്ല് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഒരു 10 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ബെനിഫിറ്റ്സ്, അതായത് കുറച്ചുകൂടെ നമ്മളൊരു സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് കളയണം. അപ്പോൾ ഒരു 50 days to 60 days ഒക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റിലൊക്കെ 60 days ഒക്കെ വരെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു സാഫ്രോണാണ്, നമ്മുടെ സാഫ്രോൺ മോയ്സ്ചറൈസിങ് ക്രീമിലൊക്കെ യൂസ് ചെയ്യുന്ന സാഫ്രോണാണ്. 2750 രൂപയാണ് ഇതിൻ്റെ ഇത്രയും 5 ഗ്രാമിൻ്റെ പ്രൈസ്. ഇത് മോംഗ്ര വെറൈറ്റി സാഫ്രോണാണ്. കുറേ പേര് ചോദിക്കാറുണ്ട് ഏത് വെറൈറ്റിയാണ് നല്ലത് എന്നുള്ളത്. മോംഗ്രയാണ് ഏറ്റവും നല്ലത്. ലച്ച നല്ലതാണ്. ഞാൻ ലച്ചയും മോംഗ്രയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. മോങ്ക മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുത്തുപാളെടുത്ത് പോകും, അത്രയ്ക്ക് പ്രൈസിയാണ്. അപ്പം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് ആഡഡ് ന്യൂട്രീഷനൊക്കെ. ഈ സ്റ്റെപ്പുകളൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ആ ഒരു ലാവൻഡർ ഓയിൽ വരെയുള്ള സ്റ്റെപ്പ് അത് മാത്രം മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച് വീണ കുട്ടികൾക്ക് വരെ സേഫായിട്ട് യൂസ് ചെയ്യാം. കാരണം നെയ്യും വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ വിറ്റമിൻ ഇ ഓയിലും ലാവൻഡർ ഓയിലൊക്കെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. നല്ലൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. വാട്ടർ പാർട്ടിക്കിൾസ് ഫുള്ള് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 to 60 days ഒക്കെ വരെ കേടാവാതിരിക്കും. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കൂളിംഗ് ആയിട്ടിരിക്കും. മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിഡിലൻ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.